ഷെയിൽ വുഡ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ള ഒത്തിരി പ്രൊഡക്റ്റുകൾ. കാരണം നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സമയത്ത് നിങ്ങളും അത് നിങ്ങളുടെ ഡ്രീം ഹോമിലേക്ക് യൂസ് ചെയ്യുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ സെയിം പ്രൊഡക്റ്റൊക്കെ തന്നെ നമ്മളും യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എന്ത് രീതിയിലാണ് ചെയ്യുന്നത്, എന്താ നമ്മുടെ പ്ലാൻ എന്നുള്ളത് നിങ്ങൾക്കൊന്ന് എൻ്റെ 3D കാണിച്ചു തരാം. ഇത് കണ്ടോ, അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മുടെ ഈ വീടിൻ്റെ ഒരു എലിവേഷനൊക്കെ വരാൻ പോകുന്നത്. ഈ ഒരു രീതിയിലൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ ഒരു എലിവേഷനൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ ഇത് ശരിക്കും നോർത്ത് സൈഡാണ് അല്ലെ? പിന്നെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ 5 സെൻറ്റ് നമ്മൾ എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് കാണിച്ചു തരാം. നമ്മളൊരു 4 കാറ് ഇതിനകത്ത് കയറണം എന്നുള്ള രീതിയിലായിരുന്നു അന്ന് അത് പ്ലാനിങ് ഒക്കെ ചെയ്തത്. കാരണം എല്ലാവരും നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു, നമ്മുടെ വീട് ചെയ്യുമ്പോൾ കോൺക്രീറ്റ് ചെയ്യോ ട്രസ് വർക്ക് ചെയ്യോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീട് എടുത്തപ്പോഴേക്കും സ്വന്തം വീട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. വീടിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റിൽ എന്താ പ്രസാദ് അല്ല വിനീഷ് സെറ്റല്ലേ? ഇതുണ്ടോ, നമ്മുടെ വീടിൻ്റെ ഒരു മേജർ പോർഷനാണ് ഇവിടെ വരാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഇന്നത്തെ സൈറ്റിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വർഷമായി പണി തുടങ്ങിയിട്ട്? നിങ്ങൾ ഇവിടേക്ക് വരാൻ തുടങ്ങിയിട്ട് എത്രയായി? കൊറോണയ്ക്ക് മുമ്പേ പണി തുടങ്ങിയ, അല്ലെങ്കിൽ 2018 പണി തുടങ്ങിയ എൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വന്തം വീടിൻ്റെ ട്രസ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എന്തുകൊണ്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഒത്തിരി മെറ്റീരിയലുകൾ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വന്തം വീട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം നമ്മൾ ഒരിക്കലും മോശമായിട്ടുള്ള സാധനം നമ്മളും ഉപയോഗിക്കണമെന്ന് വിചാരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ സ്വന്തം ടീം പ്രസാദും വിനീഷ് അജിത്തൊക്കെ ഉള്ള മൊത്തം ടീമാണ് നമ്മുടെ അവിടെ പണിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീടിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ പിന്നീട് പറഞ്ഞുതരാം. ഇങ്ങനെയാണ് വീടിൻ്റെ ഒരു സ്റ്റേജ് എത്തി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പണി നമ്മുടെ വർക്കും കാര്യങ്ങളും തിരക്കായപ്പോഴേക്കും ഒന്ന് ഹോൾഡായി പോയതായിരുന്നു. ഞാൻ പ്ലാനിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അടുത്ത ഒരു വീഡിയോയിൽ അടുത്തൊരു സ്റ്റേജിലോ കാണിച്ചു തരാം. ഇങ്ങനെയൊക്കെയാണ് അകത്ത് കയറി കഴിഞ്ഞാൽ. വീടിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റിൽ എന്താ പ്രസാദ് അല്ല വിനീഷ് സെറ്റല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷനിലാണ് മൊത്തം ട്രസ് വർക്ക് വരാൻ പോണത്. ഇങ്ങനെയൊക്കെ ഒരു സ്പേസ്, ഒരു മെസനൈൻ ഫ്ലോർ പോലെ ഒരു സ്പേസൊക്കെ വരുന്നുണ്ട്. അവിടുന്ന് ഫുള്ളി ഓപ്പണായിട്ട് ഇത്തരത്തിലുള്ള ഇവിടെയൊക്കെ നമുക്ക് ട്രസ് വർക്ക് വരാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ടോപ്പ് റൂഫ് പോർഷനാണ് നമ്മളിപ്പോൾ ആദ്യം ചെയ്യാൻ പോണത്. കണ്ടോ, ഈ ഒരു പോർഷനാണ്. അപ്പോൾ നമ്മളുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും അറിയാം, നല്ല വെയിലും ചൂടാണ്. അപ്പോൾ രാവിലെ ഒരു 6 മണിക്ക് ഇവിടെ വന്ന് ഒരു 11 മണിയാകുമ്പോഴേക്കും ഇനീഷ്യൽ വർക്ക് നിർത്തി പോവുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോർ എത്തി. ഈ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഇനി നമുക്ക് ഈ ഒരു പോർഷനാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അജിത്തെ, എല്ലാവരും നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു, നമ്മുടെ വീട് ചെയ്യുമ്പോൾ കോൺക്രീറ്റ് ചെയ്യോ ട്രസ് വർക്ക് ചെയ്യോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീട് എടുത്തപ്പോഴേക്കും നമുക്ക് കോൺക്രീറ്റും ഉണ്ട് ട്രസ് വർക്കും ഉണ്ട്. അപ്പോൾ ഏതൊക്കെ മേജർ പോർഷനിലാണ് ട്രസ് വർക്ക് വരുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനൊരു മേജർ പോർഷൻ ഉണ്ട് നമുക്ക്, അത് ഫുൾ ട്രസ് വർക്കാണ് വരുന്നത്. അപ്പോൾ അത് കാണണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുകളിലേക്കും കൂടെ ഒന്ന് കയറണം. ഇതുണ്ടോ, നമ്മുടെ വീടിൻ്റെ ഒരു മേജർ പോർഷനാണ് ഇവിടെ വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോർഷൻ മുഴുവനായിട്ട് നമുക്ക് ട്രസ് വർക്കാണ് വരിക. അപ്പോൾ ഇതിനൊത്തിരി കാര്യങ്ങളുണ്ട്. ശരിക്കും നമ്മുടെ വീടിൻ്റെ മോൾഭാഗം എടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഒരു സ്ലോപ്പായിട്ടുള്ള വീട് പോലെ ആയിരിക്കും തോന്നുന്നത്. പക്ഷേ ബാക്ക് സൈഡിൽ ഞാൻ ഇത്തരത്തിലുള്ള ഒരു സ്ലാബ് പോർഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. ഇത് കിഴക്ക് സൈഡാണ്, അപ്പോൾ ഇത് തെക്ക് സൈഡാണ്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിരിക്കും നമുക്ക് വേണ്ട സോളാർ പാനലുകൾ, വാട്ടർ ടാങ്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വരും. നമ്മുടെ വീടിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് കണ്ടോ, ആ സൈഡിൽ നിന്നാണ് വീടിൻ്റെ ഒരു വ്യൂ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒന്നും കാണില്ല, ഈ പറയുന്ന ഒരു സംഭവങ്ങളും കാണില്ല. ഫ്രണ്ടിൽ നിന്ന് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു സ്ലോപ്പിംഗ് റൂഫ് കിട്ടണം എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. കിട്ടും, അത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതാ GI ട്യൂബൊക്കെ വെച്ചിട്ട് നമ്മുടെ ഇതിൻ്റെ മെയിൻ റാഫ്റ്റർ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഈ രീതിയിൽ റാഫ്റ്റർ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരവിടുന്ന് ഇവിടെ കൊണ്ടുവന്ന് സൈസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. പൈപ്പ് മുഴുവൻ താഴെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ രീതിയിൽ നമ്മുടെ പണികൾ അത്രയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ സ്റ്റേജസ് ഞാനിവിടെ വരുന്ന സമയത്ത് ഇന്നിപ്പോൾ തുടങ്ങുന്നതിനെ കൊണ്ട് വന്നതാണ്. അപ്പോൾ ഓരോ സ്റ്റേജസിൽ എങ്ങനെയൊക്കെയാണ് നടക്കുന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഡബിൾ പർലിംഗ് ഒക്കെ ചെയ്യുന്ന ഒത്തിരി വീഡിയോസൊക്കെ നമ്മളെ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും
ആ സെയിം സാധനം തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഡബിൾ പെർലിനായിട്ട് നമ്മൾ അടിയിലിവിടെ സീലിംഗ് ടൈലല്ല ചെയ്യാൻ പോകുന്നത്, വേറൊരു നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നൊരു മെറ്റീരിയൽ തന്നെയാണ്. പക്ഷേ അതെന്താണ് എങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം നമുക്കത് ട്രൈ ചെയ്ത് നോക്കാനുള്ളതാണ്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അത് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഒരു ഡബിൾ റൂഫിംഗ് ആയിട്ടായിരിക്കും നമുക്ക് ഈ പോർഷൻസ് എല്ലാം വരുന്നത്. കാരണം നമ്മുടെ വീടല്ലേ, അപ്പോൾ നമുക്ക് പുതിയ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുമല്ലോ. കാരണം അത് വർക്കൗട്ട് ആവുകയാണെങ്കിൽ അടുത്ത പ്രൊജക്റ്റ് നമുക്ക് ക്ലയൻസിന് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാം. അത് ഫെയിലിയർ ആവുകയാണെങ്കിൽ നമ്മൾ മാത്രം അനുഭവിച്ചാൽ മതിയല്ലോ. മറ്റേ സാധനം, അതായത് നമ്മൾ ചെയ്യുന്ന ഡബിൾ ഇതിട്ടിട്ട് ടൈല് ചെയ്യുന്ന സാധനം ഞാൻ വരുന്ന വീഡിയോസിൽ നമ്മൾ ചെയ്തിട്ടുള്ള സൈറ്റുകളിൽ നിന്നുള്ള അപ്ഡേറ്റ് ഞങ്ങൾക്ക് എടുത്തുതരാം. ഭയങ്കര എഫക്റ്റീവാണ്, അതിനകത്ത് യാതൊരു തർക്കമില്ല. കാരണം ഞാനിത് പറയുന്നതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളിതിനകത്ത് അടിയിലുള്ള കമൻസൊക്കെ വായിക്കുമ്പോഴേക്കും ആവശ്യമുള്ള ആളുകൾ കൺഫ്യൂസ്ഡ് ആയിപ്പോവും. കാരണം കമൻറ്റ് ചെയ്യുന്ന ആളുകൾ വായി തോന്നിയുള്ള കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിയൽ സ്ഥിതി എന്താണ്, ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആ അപ്ഡേറ്റിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ അവിടുത്തെ റൂഫിൻ്റെ സ്ലോപ്പ് ഏറെക്കുറെ വരുന്നത് 45 ഡിഗ്രി അല്ലേ വിനീഷ്? ഓൾമോസ്റ്റ് 45 ഡിഗ്രി ഇട്ട് വരുന്നത്. അപ്പോൾ വിനീഷ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കഴുക്കോലിൻ്റെ എൻഡ് കട്ടാക്കല്ലേ. അപ്പോൾ വിനീഷ് ഇത് നമ്മുടെ ഇത് വെച്ചിട്ട് സ്ക്വയർ വെച്ചിട്ട് 45 ഡിഗ്രി മാർക്ക് ചെയ്യില്ലേ വിനീഷ്? കട്ടയുള്ള കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നേരെ മുകളിലേക്ക് എടുത്തിട്ട് അവിടെ ഇതിലാണ് നമ്മുടെ എൻ്റെ ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഡബിൾ ഹൈറ്റ് ഏരിയയാണത്. അപ്പോൾ ആ ഏരിയ മുഴുവൻ നമ്മൾ ഇത്തരത്തിലുള്ളൊരു ട്രസ് വർക്കിലൊക്കെ ചെയ്ത് ഇതിനകത്ത് കുറേ വെൻറ്റിലേഷനുള്ള കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇനി കഴിയുന്ന സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഏകദേശം എത്ര മണിയായി പ്രസാദേ? 9 മണിയായില്ലേ? 9 മണിയായി. നമുക്ക് വീടിനത് ഈ ഒരു സൈഡിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ നേരെ അവിടെ ഉദിച്ച് നിൽക്കുന്നത് കാണാം. അപ്പോൾ ഇവിടുത്തെ പണികളും കർട്ടനും അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ വന്നിട്ട് വേണം നമ്മളിവിടുത്തെ എന്താ പറയുക ചൂട്. കാരണം ഇപ്പോഴത്തെ സ്ഥിതിക്ക് ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് നല്ല വെയിലും ചൂടും ആയി തുടങ്ങി. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം ഈ ഈസ്റ്റ് വെസ്റ്റിൽ നല്ലൊരു എയർ മൂവ്മെൻറ്റ് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനെ ഭംഗിയായിട്ട് കൊണ്ടുവരും വേണം. ഒരേ സമയം നമുക്ക് ഈ വെയിലിനെയും ഇതിനെയൊക്കെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും വേണം. മീൻസ് വീടിനെ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും വേണം. അപ്പോൾ അതിനൊക്കെയുള്ള ഡിസൈൻ സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഓൾറെഡി പ്ലാൻഡ് ആണ്. അതൊക്കെ വരുന്ന എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേജിൽ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ മുകളിലേക്ക് കയറാനുള്ള കഴുക്കോലുകളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് നോക്കിയതിന് ശേഷം, കാരണം അതിൽ കുറച്ചൊരു കാര്യങ്ങൾ എനിക്ക് നോക്കാനുള്ളതുണ്ടായിരുന്നു, അപ്പോൾ അത് നോക്കിയതിന് ശേഷം ഇവിടുന്ന് പോവുള്ളൂ. അപ്പോഴേക്ക് ഈ കാര്യങ്ങൾ ഈ ഒരു ഭാഗം ഇത്രയും ഒരു ഏരിയ ഇങ്ങനെ നമ്മുടെ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാനുള്ളത്, നമ്മൾ ഈ ട്രസ് റൂഫ് ചെയ്തെടുക്കാനുള്ളത്. തറ ഉണ്ടാക്കിയപ്പോൾ മോള് തറേൻ്റെ മോൾ കൂടെ ഓടി നടക്കല്ല അല്ലേ? ജനിച്ച സമയത്ത്. അപ്പോൾ ഏകദേശം 6-7 വർഷമായി ഈ സ്റ്റേജിൽ ഈ പരുവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ രേവതി ഇനി തടസ്സങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് അമ്പലത്തിൽ പോയി പ്രസാദമൊക്കെ വന്നിട്ടുണ്ട്. ഈ പ്രസാദമൊക്കെ കൊടുക്കേണ്ടത് ഇവർക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന അടുത്തൊരു പോയിന്റ്, നമ്മൾ റീസെൻ്റായിട്ട് SA റൂഫിങ്സ് എന്ന് പറഞ്ഞിട്ട് റൂഫിംഗ് പ്രൊഡക്ട്സും ക്ലാഡിങ് പ്രൊഡക്ട്സും ഒക്കെ ചെയ്യുന്ന ഒരു ആർക്കിടെക്ട് തന്നെയാണ് അതിൻ്റെ ഓണർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ റിവ്യൂ ചെയ്തിട്ടുള്ള സെയിം ഓട് തന്നെയാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്കും ഞാൻ യൂസ് ചെയ്യണത്. ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു റെസ്റ്റിക്ക് അതൊന്ന് പിടിക്കുക രവതി, ഒന്ന് കാണിച്ചു കാലം പ്രസാദ് ഒന്ന് പിടിക്കാൻ പറ്റുമോ? അതാ ഈ ഫോർമാറ്റിലുള്ള ഒരു എന്താ പറയുക ഒരു ആൻറ്റിക്, അല്ലെങ്കിൽ ആൻറ്റിക് അല്ല, ഒരു റസ്റ്റിക് ഫീലുള്ള ഒരു സാധനം. ആ ടൈലാണ് നമ്മൾ എൻ്റയർ റൂഫിങ് ചെയ്യുന്നതിന് വേണ്ടി. ഒരു ഫ്ലാറ്റ് ഓടാണ് കേട്ടോ, അത് ഫ്ലാറ്റായിട്ട് എഡ്ജിൽ വന്നിട്ട് ഇങ്ങനെ ചെറിയൊരു കട്ടിംഗ് ഒക്കെ ഉള്ള പോലത്തെ ഒരു ഡിസൈനുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ റൂഫിങ്ങിലേക്ക് യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒത്തിരി പ്രൊഡക്ട്സ് ഉണ്ട്. നമ്മുടെ ഷെയിൽ വുഡ്, നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ള ഒത്തിരി പ്രൊഡക്റ്റുകൾ നമ്മൾ വാരി പിടിച്ച് എന്താ പറയുക എല്ലാ പ്രൊഡക്റ്റുകളും കാണിക്കുക എന്നുള്ളൊരു പരിപാടി ചെയ്യാറില്ല. കാരണം നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സമയത്ത് നിങ്ങളും അത് നിങ്ങളുടെ ഡ്രീം ഹോമിലേക്ക് യൂസ് ചെയ്യുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ സെയിം പ്രൊഡക്റ്റൊക്കെ തന്നെ നമ്മളും യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതോടെ ഉദ്ദേശിക്കുന്നത്. സമാധാനപരമായിട്ട് ഈ റൂഫും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഈ വീടിൻ്റെ പ്ലാനിങ് എങ്ങനെയായിരുന്നു, കാരണം 7 വർഷം പഴക്കമുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ അത് നമ്മൾ എന്തൊക്കെയായിരുന്നു, അതിപ്പോഴും നമ്മൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ചെറിയ മൈനർ ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നമ്മളെ ഫോളോ ചെയ്യും റെഗുലറായിട്ട്. അപ്പോൾ ആ വരുന്ന വീഡിയോസിൽ നമ്മളതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് തരും. അപ്പോൾ വിനീഷ് ഇവിടെ ഏറെക്കുറെ വിനീഷ് എന്ന് കയറുമോ? എനിക്കിത് ചെയ്തിട്ട് വേണം ഓഫീസിൽ പോകാൻ. കേട്ടില്ലേ? അപ്പോൾ കേട്ടും എന്നുള്ള ഉറപ്പിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീടിനെ പറ്റി പറയുകയാണെങ്കിൽ
5 സെൻറ്റ് പ്ലോട്ടിലാണ് നമ്മൾ ഈ വീട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 5 സെൻറ്റ് നമ്മൾ എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് കാണിച്ചു തരാം. നമ്മളൊരു 4 കാറ് ഇതിനകത്ത് കയറണം എന്നുള്ള രീതിയിലായിരുന്നു അന്ന് അത് പ്ലാനിങ് ഒക്കെ ചെയ്തത്. കാരണം നമ്മുടെ തന്നെ വണ്ടികൾ, നമ്മുടെ ഫ്രണ്ട്സോ ഫാമിലി ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ വണ്ടികൾ, അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഈ 5 സെൻറ്റിൽ സോർട്ട് ചെയ്തത്. അതുപോലെ തന്നെ 4 ബെഡ്റൂമുകളും അതിന് പുറത്ത് ഒരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു ഹാള്, അതുപോലെ അത്യാവശ്യം തെറ്റില്ലാത്ത സൈസിലുള്ള ഫുള്ളി ഓപ്പൺ ആയിട്ടുള്ള ലിവിങ്, ഡൈനിങ്, ഒരു വലിയ കിച്ചൺ, പിന്നെ നല്ലൊരു കോർട്ട്യാർഡ് സ്പേസ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതെന്നുള്ളതൊക്കെ വരുന്ന വീഡിയോസ് കാണിക്കാം. കാരണം ഇന്ന് നമുക്ക് ആ കയറുന്നൊന്ന് കാണിക്കാം. ജനറലായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ആ റൂഫിൻ്റെ റാഫ്റ്ററും കാര്യങ്ങളൊക്കെ എങ്ങനെ കിട്ടും എന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഈ ചെയ്യുന്ന റൂഫ് എന്ത് രീതിയിലാണ് ചെയ്യണത്, എന്താ നമ്മുടെ പ്ലാൻ എന്നുള്ളത് നിങ്ങൾക്കൊന്ന് എൻ്റെ 3D കാണിച്ചു തരാം. ഇത് കണ്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മുടെ ഈ വീടിൻ്റെ ഒരു എലിവേഷനൊക്കെ വരാൻ പോകുന്നത്. ഈ ഒരു രീതിയിലൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ ഒരു എലിവേഷനൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ ഇത് ശരിക്കും നോർത്ത് സൈഡാണ് അല്ലേ പിന്നെ? ഇത് നോർത്ത് സൈഡാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു എന്താ പറയുക, നോർത്ത് സൈഡിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സൺലൈറ്റ് വരില്ല. നമുക്കൊരു റിഫ്ലക്റ്റഡ് ലൈറ്റ് ഒരു പരിധി വരെ കിട്ടാൻ ചാൻസ് ഉള്ള നല്ലൊരു സ്ഥലമാണ് നോർത്ത് സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ നോർത്ത് സൈഡിൽ റൂഫിംഗ് ചെയ്യുമ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നമ്മുടെ ട്രസ് വർക്കുകളെല്ലാം വരുന്നത്. ആ ട്രസ് വർക്കുകൾ വരുമ്പോൾ അതിൽ നമുക്ക് റിഫ്ലക്റ്റഡ് ലൈറ്റ്, നമ്മുടെ ഡബിൾ ഹൈറ്റ് സ്പേസിലേക്ക് റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള കുറച്ച് ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് നമുക്ക് റൂഫിൽ കിട്ടേണ്ടതെന്നുള്ള ഒരു മാർക്കിംഗ് ഒക്കെ നമ്മളിവിടെ ചെയ്തു കൊടുത്തു. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടെ ശരിക്കും 11 മണി വരെ പണിയെടുത്തു. ഞാൻ ആ സമയമാകുമ്പോഴേക്കും പോയതാണ്. കാരണം ഈ നമ്മുടെ മെയിൻ റാഫ്റ്റേഴ്സ് അല്ലെങ്കിൽ കഴുക്കോലുകൾ ഫുള്ള് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ സമയം 6 മണിയായില്ലേ. അവർ പിന്നെ ഒരു 3:30-4 മണിക്കൊക്കെയാണ് പണി സ്റ്റാർട്ട് ചെയ്തത്. കാരണം വെയിൽ കാരണം പണിയെടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അപ്പോൾ അവിടെ എങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തിട്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മൾ ഈ ഒരു വീടിൻ്റെ എൻ്റയർ ഗ്രില്ല് ഇങ്ങനൊരു ഫോർമാറ്റിലാണ്. അതുകൊണ്ടോ 12 mm ഉള്ള MS റോഡാണ് ചെയ്യണത്. ഈ ഒരു രീതിയിൽ ഇങ്ങനെ ബെൻഡൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിലിൽ ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മുടെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ പോവും. അങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ഗ്രില്ല് ഇവിടെ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അകത്തുനിന്ന് നോക്കുമ്പോഴേക്കും കണ്ടോ നമ്മുടെ ഇതൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കഴുക്കോലൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ ഈ രീതിയിലാണ് ഇവിടുത്തെ ഒരു സ്ലോപ്പ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ലോപ്പിൽ ഇങ്ങനെയാണ് വരാൻ പോണത്. അപ്പോൾ അതാ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ റാഫ്റ്റർ ഇങ്ങനെ അടിച്ചു പോയിട്ടുണ്ട് കേട്ടോ. മെയിൻ റാഫ്റ്റർ അടിച്ചു പോയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ നിന്ന് ആ ഒരു റൂമിൽ നമുക്ക് ഇത്തരത്തിൽ ഇങ്ങനെയുള്ള റൂഫാണ് വരുന്നത്. അപ്പോൾ ആ റൂഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിനിക്ക് ഈ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കഴുക്കോല് നേരെ പോകും, എന്നിട്ട് നേരെ 2 സൈഡിലേക്ക് ചെയ്തു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റാഫ്റ്ററാണ് അല്ലെങ്കിൽ കഴുക്കോലാണ് ആ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് നേരെ കണ്ടോ ഇതിലേക്കൊക്കെ കയറ്റി വയ്ക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ പണി നിർത്തിയല്ലേ, എത്രയും 6:30 6 മണി 6:30. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ചെയ്ത് നമുക്ക് ഈ ഒരു പോർഷനിൽ ഈ രീതിയിൽ നമ്മുടെ റാഫ്റ്റർ കണ്ടോ പുറത്തേക്ക് ചാടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അത് ശരിക്കും താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ റൂഫിൻ്റെ പുറത്തേക്ക് നമ്മൾ എത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് വെയിൽ ഒക്കെ കൊള്ളുന്ന സമയത്ത് നമ്മുടെ ചെമര് കംപ്ലീറ്റഡ് ആയിട്ട് പ്രൊട്ടക്റ്റഡ് ആകുക. നമ്മൾ ചേളാരിയൊക്കെ ചെയ്ത പ്രൊജക്റ്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. മാക്സിമം ഓവർഹാങ് കൊടുത്തിട്ട് ചെമറിനൊക്കെ അങ്ങ് ഫുൾ പ്രൊട്ടക്റ്റഡ് ആക്കുക എന്നുള്ളതായിരുന്നു. നമ്മുടെ ഈ ഒരു വീടിനകത്ത് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. സൺഷെയ്ഡ്സ് ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 4 അടിയും 1.5 മീറ്ററൊക്കെ പ്രൊജക്ഷൻ ഉണ്ട് കണ്ടോ. സൺഷെയ്ഡിനൊക്കെ നല്ല ഹ്യൂജ് പ്രൊജക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കാരണം വാളിന് അത്രയും പ്രൊട്ടക്റ്റഡ് ആക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 മീറ്ററാണ് നമ്മുടെ ഇതിൻ്റെ. അപ്പോൾ ഇത് ദൂരത്ത് നോക്കിയാലാണ് നമുക്കിതിൻ്റെ ഒരു വ്യൂ എന്താണെന്നുള്ളത് മനസ്സിലാവുക. ഈ രീതിയിലാണ് നമ്മുടെ റൂഫ് വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു പോർഷന് കംപ്ലീറ്റഡ് ആയിട്ട് പ്രൊട്ടക്റ്റഡ് ആക്കുക. അതുപോലെ തന്നെ ശരിക്കും ഇത് നോർത്ത് സൈഡാണ്. പക്ഷേ ഇപ്പോഴത്തെ ചൂടുകാലത്ത് നോർത്തൊന്നുമില്ല, ഏകദേശം ഈ സൈഡിൽ കൂടെ ഒക്കെ തന്നെ വെയിൽ വരുന്നുണ്ട്. കാരണം ഈ സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ പണികൾ ഇത്രയാണ്. ഈ രീതിയിലാണ്
നമുക്ക് കാര്യങ്ങൾ എത്തി നിന്നിട്ടുള്ളത്. ഇത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവാൻ പോകുന്നത് ഇത് മൊത്തം ചെയ്തതിന് ശേഷം ഓടിട്ട് കഴിഞ്ഞാലാണ് ആ ഒരു ഷേപ്പ് മനസ്സിലാവുക. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഫോളോ അപ്പുകളും നമ്മൾ അടുത്തടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.